ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേരള PSC കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ 2 സ്ഥിരം സർക്കാർ ജോലി ഒഴിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് സർക്കാർ ജോലി ആയതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ വേക്കൻസി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലെയാണ്, അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ വേക്കൻസിയാണ്. ഇപ്പൊ രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഹബ് ഹോസ്റ്ററുടെ വേക്കൻസിയാണ്. ഈ 2 പോസ്റ്റുകളിലും നിങ്ങൾക്ക് ശമ്പളം എത്രയാണ്, വിദ്യാഭ്യാസം, നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, നിങ്ങളുടെ ഏത് ഏജ് തൊട്ട് ഏത് ഏജ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഒഴിവുകളുടെ എണ്ണം എത്രയാണ്, തിരഞ്ഞെടുപ്പ് രീതി എങ്ങനെയാണ്, അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയാണ്, അവസാന തീയതി എന്നാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു ഫീസും കൊടുക്കേണ്ട, നിങ്ങൾക്ക് എക്സാമും ഇല്ല. കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായും വിശദമായും ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഒരു ഭാഗവും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണമെന്ന് എനിക്കുള്ള ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ സർക്കാർ ജോലി സ്വപ്നം കാണുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സമയം കളയാതെ ഇന്നത്തെ ഏറ്റവും പുതിയ കേരള PSC റിക്രൂട്ട്മെന്റ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 1 അസിസ്റ്റന്റ് എഞ്ചിനീയർ, രണ്ടാമത്തെ വേക്കൻസിയാണ് ഹബ് ഹോസ്റ്റർ. നോ ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് ഇതിനകത്തൊരു ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, എക്സാം ഇല്ല. ലാസ്റ്റ് ഡേറ്റ് 5 ആഗസ്റ്റ് ആണ്. 5-ാം തീയതി, ആഗസ്റ്റ് 5-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ആദ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഡീറ്റെയിൽ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെയാണ്. കാറ്റഗറി, നിങ്ങൾ ഈ കാറ്റഗറി നമ്പർ ഓർത്തോണം. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ PSCയുടെ വെബ്സൈറ്റിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. ആ വെബ്സൈറ്റിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണോ, എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ, കാറ്റഗറി ക്ലിക്ക് ചെയ്താൽ ആ പർട്ടിക്കുലർ വേക്കൻസി വരത്തുള്ളൂ. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ വേക്കൻസിയാണ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ. ഇലക്ട്രിക്കലിന്റെ ആണ്, പെർമനന്റ് ജോബാണിത്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. പോസ്റ്റ് പെർസെന്റേജ് PWD റിസർവേഷൻ ഉണ്ട് ഇതിനകത്ത്. നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് 51,400 തൊട്ട് 1,10,300 വരെ നിങ്ങൾക്ക് സാലറി ഉള്ള ജോബാണിത്. ഗവൺമെന്റ് പേ സ്കെയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പേ സ്കെയിലുള്ള ഈ ഒരു പേയ്മെന്റ് കൂടാതെ, ഇതൊരു സാലറിയുടെ ബേസിക് പേ സ്കെയിലാണ് ഇത് പറയുന്നത്. അതുകൂടാതെ ബാക്കിയുള്ള അലവൻസ്, ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള എല്ലാ അലവൻസും നിങ്ങൾക്ക് കിട്ടും. കാര്യം നിങ്ങൾ പെർമനന്റ് എംപ്ലോയി ആണ്. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ എഞ്ചിനീയർമാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഏജ് ലിമിറ്റ് 18 തൊട്ട് 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ ഏജ് കൺസിഡർ ചെയ്യുമ്പോൾ 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. റിലാക്സേഷൻ ആൽഫോ റൂൾ അനുസരിച്ചുള്ള, ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള റിലാക്സേഷൻ കിട്ടും നിങ്ങൾക്ക് ഏജിൽ. ഹൗ ടു അപ്ലൈ, എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ ലാസ്റ്റ് പറയാൻ. രണ്ടിനും കൂടെ കൂടിക്കൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ആ PSCയുടെ, കേരള PSCയുടെ അതിനകത്ത് എങ്ങനെ നിങ്ങൾ പോകും, അവിടെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ 2ന്റെ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 2 നോട്ടിഫിക്കേഷനും ഇംഗ്ലീഷിൽ നിങ്ങൾ കാണുന്നെങ്കിൽ ഇംഗ്ലീഷിൽ കാണില്ലെങ്കിൽ മലയാളത്തിൽ കാണും. ആ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഞാൻ അതിന്റെ ആ നോട്ടിഫിക്കേഷന്റെ ആ ലിങ്ക് ഞാൻ തരുന്നുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ വേക്കൻസിയാണ്. ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട്, പോസ്റ്റ് ഹബ് ഹോസ്റ്റർ, കാറ്റഗറി നമ്പർ 053/2026. ഈ കാറ്റഗറി നമ്പറിൽ വേണം നിങ്ങൾ ഇത് അപേക്ഷിക്കുന്നെങ്കിൽ അപേക്ഷിക്കാനായിട്ട്. സാലറി നിങ്ങൾക്ക് 25,100 തൊട്ട് 57,900 വരെ കിട്ടും. ഇതിനും നിങ്ങൾക്ക് ബാക്കിയുള്ള അലവൻസ് മറ്റുള്ള ഈ 2 SSLC പ്ലസ് NDC ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്കില്ലിന്റെ ടെസ്റ്റ് നടത്തും PSC. ഇതിന് മാത്രം ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾ 2 വേക്കൻസിയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 5 ആഗസ്റ്റ് 2026 ആണ്. അതായത് ജൂലൈ, ആഗസ്റ്റ് 5-ാം തീയതി, അടുത്ത മാസം 5-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ നിങ്ങളുമായിട്ടൊരു സാലറി വീണ്ടും ഞാൻ ഷെയർ ചെയ്യും. 2ന്റെയും കൂടെ ഉള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ സാലറി 51,400 തൊട്ട് 1,10,300 വരെ. ഹബ് ഹോസ്റ്റർ സാലറി 25,100 തൊട്ട് 57,900 വരെ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് അലവൻസും മറ്റുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. ഇത് 2 വേക്കൻസിക്ക് നിങ്ങൾക്ക് ഫീസ് ഒന്നും അടയ്ക്കേണ്ട അപ്ലൈ ചെയ്യുന്നതിന്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യുന്നെന്ന് നോക്കാം. ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് ഇവിടെ പറയുന്നുണ്ട്. അവരുടെ തുളസി എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഇവിടെ നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ ID കൊടുക്കണം, പാസ്വേഡ് കൊടുക്കണം. അത് ക്യാപ്ച കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കാറ്റഗറി വൈസ് ഉള്ള ആ വേക്കൻസി വരും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഇനി സപ്പോസ് നിങ്ങൾക്ക് പാസ്വേഡ് മറന്നുപോയെങ്കിൽ നിങ്ങൾ ഈ ഫൊർഗെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പാസ്വേഡ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷനിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യും. ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പോർട്ടലിലേക്കാണ് വരുന്നത്. ഈ ഒരു പേജിലേക്കാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുക്കുക, റിപ്പീറ്റ് പേര് ഇവിടെ കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പിന്നെ റിപ്പീറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മെയിലാണോ ഫീമെയിൽ ആണോ എന്ന്, ജെൻഡറിന്റെ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് കൊടുക്കുക, ഫാദർ നെയിം കൊടുക്കുക. ഞാൻ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നോക്കിയാൽ മതി. മദേഴ്സ് നെയിം ഞാൻ എൻ്റെ മദേഴ്സ് നെയിം കൊടുത്ത്, റിലിജിയൻ ഞാൻ ക്രിസ്ത്യനാണ് അത് കൊടുത്ത്, ഇവിടെ റോമൻ കാത്തലിക്കാണ് ഞാൻ, പക്ഷെ റോമൻ കാത്തലിക്ക് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ലാറ്റിൻ കാത്തലിക് എടുത്ത്, സബ് കാസ്റ്റ് ലാറ്റിൻ കാത്തലിക്സ് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇനി ID പ്രൂഫായിട്ട് ഞാൻ ആധാർ കാർഡാണ് കൊടുത്തത്. ഇവിടെ ആധാർ കാർഡിന്റെ താഴെ ഞാൻ ആധാർ നമ്പർ എഴുതി. ഇവിടെ 2 റിപ്പീറ്റ് ആധാർ നമ്പർ കൊടുത്ത്, അവിടുന്ന് നെയിം ഇൻ ആധാർ, എൻ്റെ ആധാറിൽ വരുന്ന ഈ ഒരു പേരാണ്, ആ പേര് ഞാൻ ഇവിടെ എഴുതി. ഐ ഹിയർ ബൈ സ്റ്റേറ്റ് എന്നുള്ള ഇടത്ത് ഞാൻ ക്ലിക്ക് ചെയ്ത് അത് ടിക്ക് ചെയ്ത് അവിടുന്ന് എൻ്റെ ഇമെയിൽ ID കൊടുത്ത്, ഇവിടെ thomas20NAT എന്നുള്ളത് കൊടുത്ത്, ഈ ഇമെയിൽ ID കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ സെൻഡ് OTPയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. വൺ ടൈം പാസ്വേഡ് OTP വിൽ ബി സെൻഡ് ടു യുവർ ഇമെയിൽ ID. ഈ ഇമെയിൽ IDയിൽ വിടുമെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഓക്കെ കൊടുത്ത് വൺ ടൈം OTP പാസ്വേഡ് ഹാസ് ബീൻ സെൻഡ് ടു യുവർ ഇമെയിൽ ID ഓക്കെ കൊടുത്ത് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ OTPയുടെ വെരിഫൈ ഇവിടെ വരണം, ഇവിടെ നമ്പർ വരണം. ഞാൻ എൻ്റെ മെയിലിൽ പോയി നോക്കുകയാണ്, അവിടെ മെയിൽ വന്നോന്ന്. ഇവിടെ വന്ന് കേരള PSC എന്ന് എഴുതിയിട്ടുണ്ട്. വൺ ടൈം പാസ്വേഡ് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്ന പാസ്വേഡ് എന്ന് പറയുന്നത് 663046 ഇവിടെ ഒരു വൺ ടൈം പാസ്വേഡ് പറയുന്നത്. ഇനി എനിക്ക് ചെയ്യേണ്ടത് എന്റെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം. മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടി അതും ഇത് കണക്ക് തന്നെ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ വീണ്ടും മൊബൈൽ നമ്പർ കൊടുക്കണം. ഞാനത് എഴുതിയില്ല. 9174340074. ഇത് സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യണം. ഇത് സെയിം കണ്ടീഷനിൽ പറയുന്നുണ്ട്. OTP അയക്കുമെന്നും ഓക്കെ കൊടുത്ത് അയച്ചെന്നും പറഞ്ഞു. ഇപ്പൊ എന്റെ മൊബൈലിൽ ഞാൻ ചെക്ക് ചെയ്യാണ് OTP വന്നോ. എനിക്ക് OTP വന്ന് ഇപ്പോഴാണ് OTP വന്ന ആ സ്വരമാണ് നിങ്ങൾ കേട്ടത്. 109979 109979 ഞാൻ എഴുതി ഇവിടെ വെരിഫൈ ചെയ്യണം. യുവർ മൊബൈൽ നമ്പർ ഹാസ് ബീൻ സക്സസ്ഫുള്ളി വെരിഫൈ പറഞ്ഞ് ഇമെയിൽ ID അല്ല മൊബൈൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാണ് താഴോട്ട് ഒരു പേജ് വന്നിട്ടുണ്ട്. ഇവിടെ യൂസർ ID, നമ്മൾ ഏത് യൂസർ ID ആഗ്രഹിക്കുന്നത് അത് കൊടുക്കണം. പ്ലീസ് റിമെമ്പർ ദിസ് യൂസർ ID. നിങ്ങൾ ഏതാ കൊടുക്കുന്നെങ്കിൽ അത് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ ഞാനിവിടെ യൂസർ ID തോമസിന്റെ 123 കൊടുത്ത് യൂസർ ID അവൈലബിൾ ഗ്രീൻ കളറിലെ ടിക്ക് വന്ന് യൂസർ ID അവൈലബിൾ ആണ്. ഇവിടെ കൺഫേം യൂസർ ID കൊടുക്കണം. അത് തന്നെ വീണ്ടും കൊടുക്കുക. THOMASNA123 കൊടുത്ത് താഴെ വരുമ്പോൾ പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടം അതിന്റെ പാസ്വേഡ് കൊടുത്ത് കൺഫേം പാസ്വേഡ് ഇവിടെ കൊടുക്കണം. ഇവിടെ കൺഫേം പാസ്വേഡ് കൊടുത്ത് ഇവിടെ ക്യാപ്ച നിങ്ങൾ എൻട്രി ചെയ്യണം. ഇത്രയും കൊടുത്ത് ഇവിടെ ടിക്ക് ചെയ്യണം. ID ഹിയർ എന്നുള്ള ഇവിടെ ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. നോക്കട്ടെ രജിസ്റ്റർ ആകുന്നു. Congratulations, you have successfully initiated your registration at the Kerala Public Service Commission. You can log in with your user ID and password. Complete the registration process. അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഇവിടെ വരും. ഇവിടെ നിങ്ങളുടെ യൂസർ ID കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് ഇവിടെ ക്യാപ്ച കൊടുത്ത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ആ കാറ്റഗറി വരും. ഒരുപാട് സമയമാകും. ഇത്രയും നിങ്ങളെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ച് ഇനിയുള്ള കാര്യം സിമ്പിൾ ആണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കണക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കേരള PSC വഴി വന്നിരിക്കുന്ന കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലെയും കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെയും സ്ഥിരമായ 2 ജോലികളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇത് കണക്കുള്ള നല്ല നല്ല വേക്കൻസികൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.